സ്നാനവും ചെയ്തു നീയാകമേ പോളവും പാലിച്ചീനല്ലയോ ഈ പാൽവെണ്ണ ഞാൻ ഇങ്ങനെയുള്ളിനിക്കേതുമേ താരാതെ എങ്ങു നീ പോകുന്നതെന്നമ്മേ ചൊൽ ഓമന പൈതൽ താനിങ്ങനെ ചൊല്ലിത്തൻ കോമള ചുണ്ടു പീളുർക്കും നേരം ഉണ്ണിക്കൈ തന്നിലെ വച്ചു നീട്ടിനാൽ വെണ്ണതാൻ കൊണ്ടുപോന്നമ്മയപ്പോൾ വെണ്ണയെ കണ്ടൊരു കണ്ണന്താനന്നേരം വെണ്ണീരാവഞ്ചി ചിരിച്ചു ചൊന്നാൻ ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വച്ചിനാൽ മറ്റു കൈ കണ്ടിട്ട് കേഴുമല്ലോ മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങു തീരിന്നു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലിട്ടയോ എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ കള്ളനായുള്ളൊരു കാക്കൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതോ കേട്ടവളേറ്റം ചിരിച്ചു നൽ വെണ്ണയും കൊണ്ടിങ്ങോ വന്നു പിന്നെ വൈകാത വണ്ണമ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വച്ചാൽ വെണ്ണയെ കണ്ടൊരു കണ്ണന്താന ഹനനം വെണ്ണിലാവൊഴുന്ന തിങ്കൾ പോലെ പുഞ്ചിരി തൂമ കൊണ്ടഞ്ചിത മാഹകയാൽ ചെഞ്ചമ്മേ നിന്നു വീങ്ങിയതപ്പോൾ. ഇത് എന്ത് പാട്ടാണിത്? ഇത് കൃഷ്ണഗാഥ ചെറുശ്ശേരി രചിച്ച ഒരു പാട്ടാണ്. എങ്ങനെ ഇത് കാണാതെ പഠിച്ചു മോള്? അതിന്റെ ടെസ്റ്റിലുണ്ടായിരുന്നു, ഞാൻ കാണാതെ പഠിച്ചു. വെരി ഗുഡ്, മിടുക്കിയാണ്. അത്ര മോള് നല്ല പഠിക്കുന്ന ആളാണല്ലേ? അതുകൊണ്ടാണ് ഇത്രയും ബൈഹാർട്ടായി പറയാൻ പറ്റിയത്. മോളുടെ പേരും സ്ഥലവും പറ. എന്റെ പേര് രീതിക സാർ എന്നാണ്, സ്ഥലം കാട്ടിലക്കുഴിയാണ്. എത്ര സ്റ്റാൻഡേർഡ് പഠിക്കുന്നു? എത്ര സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? ഫോർത്ത് സ്റ്റാൻഡേർഡിലാ. ഇതെന്റെ അനിയനാ. അനിയൻ പാടോ? അനിയൻ പാടോ? ചമ്മല്ല. നീ കുറെ ദൂരം ഉണ്ടോ? എത്തിയോ? എല്ലാരും തിരിച്ചിറങ്ങുന്നുണ്ടാ? ഇല്ല, നമ്മളിവിടെ ആദ്യമായിട്ട് വന്നു എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി വന്നു. ഇനി പോവേണം? പൊങ്കാല കാണുന്നില്ല? പൊങ്കാല കാണുന്നു, താഴെ പോയിട്ട് ഇതെല്ലാം കഴിച്ചിട്ട്. ഇന്ന് നല്ല കാറ്റല്ലേ ഇവിടെ? നല്ല തണുപ്പുണ്ട്. ഒരു സീസൺ ചേഞ്ച് വ്യക്തമാണ്. നല്ല രസമുള്ള നമുക്ക് മേളിൽ വെച്ച് കാണാം. അടിപൊളിയാണ്. മുമ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ സീസൺ ചേഞ്ച് എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? കാറ്റുണ്ട്. മുമ്പൊന്നും ഇല്ലായിരുന്നോ? പൊയ്ക്കോളൂ. ഈ കുഞ്ഞുവാവേട്ടാ വന്നിരിക്കുന്നത്? ഹായ്, പൊങ്കാലിടാൻ വന്നതാ കുഞ്ഞുവാവേ. വേറെന്താ മോന്റെ? എന്താ? വാവ്, വെരി ഗുഡ്. എന്തുകൊണ്ടാണ് മകരമാസത്തിൽ ഇവിടെ ഇങ്ങനെ പൊങ്കാല അർപ്പിക്കുന്ന അറിയോ? ഐതിഹ്യമൊന്നും അറിയത്തില്ല. പക്ഷെ നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടാണോ ഇവിടെ വരുന്നേ? എന്തെങ്കിലും നടക്കാനോ അങ്ങനെ എന്താ മനസ്സിൽ അല്ലെങ്കിൽ നടന്നിട്ടോ? നടക്കും അല്ലേ? അപ്പൊ ഇവിടെ ഉള്ള സങ്കല്പം ദേവിയാണോ ദേവനാണോ? എന്താ? സീതാദേവിയാണ് അല്ലേ? ഓ, ആ ഗ്രൂപ്പ് എല്ലാം ഉണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ സീതാ തീർത്ഥം എന്ന് പറയുന്നത്, തീർത്ഥം എന്ന് പറയുന്നത് ദേവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം. എത്തിയോ നമ്മള്? കാണാം കേട്ടോ. ഇവിടുത്തെ ഒരു വിഷ്വൽ ഇമ്പാക്ട് നോക്കൂ. അപാരം. അതായത് there is no fog.
അപ്പോൾ നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് കാണാം ഇവിടെ നിന്ന്. ഇവിടെ ഒരു കൊച്ചു കടയൊക്കെ ഉണ്ട്. വെള്ളം അല്ലേ, അത്യാവശ്യ സാധനങ്ങൾ മാത്രം. അതെ, വെള്ളം, സർവത്ത്. പക്ഷെ ഇന്നൊരു ദിവസത്തേക്കല്ലേ നമുക്ക് ഈ കട? പൊങ്കാല സമയം, പൊങ്കാല കഴിയാ ഇതെല്ലാം മാറ്റി കൊടുക്കാം, ഒന്നുകൂടെ വച്ചേക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ, ശരി. ഇവിടെ എന്തൊക്കെയുണ്ട് ചേച്ചി? നാരങ്ങ വെള്ളം, സർബത്ത്, കുപ്പിവെള്ളം. ഒരു വലിയ കാര്യമാണ്, കാരണം ഇവർക്കാർക്ക് വേറെ ഷോപ്പൊന്നും ഇല്ലല്ലോ. ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ. ഭയങ്കര കാറ്റല്ലേന്ന്? നല്ല ശക്തമായ കാറ്റല്ലേ? അങ്ങനെയുണ്ടോ ഈ കാറ്റ്? അങ്ങനെയുണ്ടോ? പക്ഷെ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു, ഭയങ്കര ഫോഗായിരുന്നു. ആ, നമ്മൾ ഈ ചെരുപ്പ് എവിടെ വരെ ഇടാം? ഇപ്പൊ പൊങ്കാലയുടെ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പൊങ്കാല സ്റ്റാർട്ട് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് ഇവിടെ ആൾക്കാർ വന്നത് നിറയോ? ഉള്ളു നിറയും. ഇവിടെ വരെ ഈ ഒരു പൊസിഷൻ വരെ നമുക്ക് ചെരുപ്പിടാം. പിന്നെ നമുക്ക് ചെരുപ്പിടാൻ ഉണ്ടോ? നമുക്ക് അങ്ങോട്ട് പോകണം, ഒന്നിലേക്ക് പോകണം. ചപ്പൽ ഉപയോഗിച്ച് പോകാൻ പറ്റില്ല അല്ലേ? ഇവിടം വരെ നമുക്ക് ചപ്പൽ ഉപയോഗിക്കാം അല്ലേ ഏട്ടാ? ആ ശരി. ആ, എല്ലായിടവും മുന്നേ ഭൂമിയാണ്, പക്ഷെ അവിടെ കൂടുതൽ കൺസേൺ ആണ്. അപ്പൊ ഈ മലയൊക്കെ അങ്ങ് നിരക്കുവോ? പൊങ്കാലയാവും. ആ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ചപ്പലിടാം. എന്താണ് അവർ ചെയ്യുന്നത്? പൊങ്കാലയ്ക്കുള്ള ടിക്കറ്റ് എടുക്കണം അല്ലേ? ടിക്കറ്റ് കൗണ്ടറാണ്. സീതാ തീർത്ഥം എന്ന് പറയുന്നത് ആ കാണുന്നതാണ്. അത് ശരി. നമ്മൾ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ചെളിയുണ്ടോ? ഇല്ലില്ല, ചെളിയില്ല. ചെളിയില്ല. ഇതെന്താണ് ഈ കാണുന്നത്? ഇത് ഓരോ പ്രതിഷ്ഠകളാണ്. പ്രതിഷ്ഠ തന്നെയാണ്, പണ്ടേ ഉള്ളതാണ്. അതെ. ഈ പൊങ്കാല എടുക്കാൻ വേണ്ടി ആൾക്കാർ വെള്ളം എടുക്കുന്നത് ഈ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ഷേത്ര അങ്ങോട്ട് ഒരുപാട് ദൂരേക്ക് നേരം നിർമ്മിക്കുന്നു. അതോടൊപ്പം ഈ തിരുവനന്തപുരത്തെ അങ്ങയുടെ പൊങ്കാലയോടനുബന്ധിച്ചുള്ള പൊങ്കാല മഹോത്സവത്തിലേക്കായി അങ്ങോട്ടുള്ള സംസ്കൃതികളുടെ സംഘടന സീതാഭൂമികൾ നല്ല കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. ആയതിന്റെ കൂടെയുള്ള കുട്ടികളും മറ്റുള്ളവരും ഒരുപാട് അതിലേക്ക് പോരുമെന്ന് അറിയിക്കുന്നു. പുണ്യമായ സീതാ തീർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ പൊങ്കാല വഴിപാടിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഉൾപ്പെടെ എടുക്കുന്നത് ഈ തീർത്ഥത്തിൽ നിന്നാണല്ലേ? ഇതൊരു പറ്റാത്ത തീർത്ഥമാണോ? ശരി. ഭക്തജനങ്ങളുടെ പ്രദേശത്തേക്ക് താലപ്പൊലി ഘോഷയാത്ര അപ്പർ സാനിറ്റോറിയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. താലപ്പൊലിയിൽ പങ്കെടുക്കാനുള്ളവരും വേലക്കാരും എല്ലാം തന്നെ അപ്പർ സാനിറ്റോറിയത്തിൽ പോകുന്നതാണ്. അതുപോലെ ഇവിടെ വന്നിട്ടുള്ള താലപ്പൊലി ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അപ്പർ സാനിറ്റോറിയത്തിലേക്ക് പോകുന്നതാണ്. സീതാദേവിയുടെ തൃപ്പാദം പതിഞ്ഞ സ്ഥലമാണ്. സ്വാമി, ഇതാണ് സീതാദേവിയുടെ തൃപ്പാദം പതിഞ്ഞ സ്ഥലം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെയാണ് അവരത് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. സ്വാമിയുടെ പേരെന്താ? പണിയുണ്ട്. ഈ മാസം മകരം ഒന്നിന് മാത്രമേ അനുവദിക്കുന്നുള്ളൂ. അല്ലാതെ വരുന്നത് നിങ്ങൾ ചെയ്യുന്ന അല്ലെ വഴിപാടുകൾ ചെയ്യുന്ന ആൾക്കാരാണ്. അത് ശരി.
ഓക്കെ. പക്ഷെ ആ ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് വരാൻ പറ്റില്ലല്ലോ. പൊതുജനങ്ങൾക്ക് വരാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഇവിടെ നിന്നാണ് ഏത് ഗോത്രത്തിന്റെ ആൾക്കാരാണ് അത്? കല്ലാറിൽ ചേട്ടന്റെ പേരെന്തോ? എന്റെ പേര് മാത്രമല്ല. ഓക്കെ. അപ്പൊ നമ്മുടെ ഗോത്രത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാം നടത്താനുള്ളത്. ഇവിടെ 2 ഭാഗങ്ങളാണ് ഈ സീതാദേവിയുടെ തീർത്ഥം അതാണ് അതിന്റെ പൊങ്കാല വഴിപാട് ഇടാൻ വേണ്ടിയിട്ടുള്ള ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ഇറക്കുന്നുണ്ട്. കണ്ടോ? ഇനി അവിടെ നിന്ന് അങ്ങ് താഴെ അപ്പർ സാനിറ്റോറിയത്തിൽ നിന്നാണ് ഈ ഏതാ വരുന്നേ താലപ്പൊലി വരുന്നത്. ഇതാണ് ആ ഒരു ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കെട്ടിയ അമ്പലമാണ് അത്. ഈ ഉത്സവ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് അവർ മാറ്റിക്കൊടുക്കും. പക്ഷെ ആ സ്ഥലത്തിൻ്റെ സാന്നിധ്യ സങ്കല്പം എപ്പോഴും ഉണ്ടാവും. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പൂജാ വഴിപാടായി സമർപ്പിച്ചവർ പ്രസാദ വിതരണ കൗണ്ടറിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടതാണ്. എല്ലാ മകരമാസം വരാറുണ്ട് അവിടെ പൊങ്കാലയിടാൻ? വരാറുണ്ട്. എവിടെയാ സ്ഥലം? വെള്ളനാടെന്നാ വരുന്നത്. നല്ല കാറ്റല്ലേ? നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാ? അല്ല അമ്പലമായിട്ട് ബന്ധപ്പെട്ടതാ? ഭക്തരാണ്. ശരി. ഇനി ഇവിടുന്ന് ഒരു താലപ്പൊലി ഇവിടെ ഇങ്ങോട്ട് വരാനുണ്ട്. നമസ്തേ സ്വാമി. ഒരു അമ്പലത്തിന്റെ ആൾക്കാരാണ്. ധാരാളം ഭക്തർ വരുന്നുണ്ട് ഇപ്പോൾ. ഇനിയും ധാരാളം പേര് വരുമല്ലേ പൊങ്കാലയുടെ? ഇവിടെയൊക്കെ ഒന്ന് നിരക്കും. ബാബയുടെ പേരെന്തുവാ? ബാബേ? പേര് പറയണം. അനഖ. ഓക്കെ ഓക്കെ. ഹലോ, വെള്ളം കുടിച്ച് തീർത്താ? കാലാവസ്ഥ പെട്ടെന്ന് മാറിയല്ലേ? അല്ലേ? നമ്മൾ നേരത്തെ ഒന്നുമല്ല, വെയിലില്ലല്ലോ ഇപ്പോൾ. പെട്ടെന്ന് തണുത്തു, ഒന്ന് ഇരുട്ടി. എവിടെയാ നിങ്ങളൊക്കെ വന്നേ? നമ്മൾ ആനപ്പാറ അടുത്താണ്. കല്ലാറ ആനപ്പാറ അല്ലേ? എത്ര മണിക്ക് പൊങ്കാല തുടങ്ങുമെന്ന് പറഞ്ഞു? 10:30. ആ, ഇത് വന്നതിന് ശേഷം അല്ലേ? ആ, കമ്പി അടുപ്പാണ്. അടുപ്പ് അങ്ങിങ്ങായിട്ടുണ്ട്. കല്ല് കിട്ടിയാ പൊങ്കാലയിടാൻ? എവിടെ വെച്ചു? വെയിലുണ്ട് പക്ഷെ ചൂടില്ലല്ലേ? എവിടെന്നാ വന്ന അമ്മ? ഞാൻ എവിടുന്നാ? അല്ലല്ല, ചിറ്റൂർ സ്ഥലം എവിടെയാണ്? ചിറ്റൂര് എന്താണ് ഈ കോളേജ് കഴിഞ്ഞ് പോകാൻ പെരിങ്ങമല. ഇക്ബാൽ കോളേജിന്റെ അവിടുന്ന് 3 അവിടെ ആ കുന്നിലെ ആൾക്കാർ എന്താ പോണ? വെറുതെ പോണ? മോന്റെ പേരെന്തുവാ? ഫാമിലി മൊത്തത്തിൽ വന്നാ മോന്റെ? ആരൊക്കെ വന്നു പൊങ്കാലയുടെ? ചേച്ചി വന്നു. എവിടുന്നാ? കാട്ടിലക്കുഴി. എന്റെ നമ്മളെ ഒരുമിച്ച് വന്നവരെയല്ല. അതാരാ വിളിച്ചേ അങ്ങനെ? അതാരാ ക്യാമറമാനെ വിളിച്ചേ? ഇങ്ങോട്ട് വന്നേ. ഫേസ്. ഹലോ. കാട്ടിലിറങ്ങാൻ പറ്റില്ല. എടാ ഇങ്ങോട്ട് നോക്ക്. എന്താ പേര് മോളുടെ? എവിടെന്നാ മോളെ വന്നേ? ഞാൻ കാട്ടിലക്കുഴിന്നാ. അതെവിടെയാടി? എവിടെ അതാ സ്ഥലം? ഇത് ആനപ്പാറയാണോ? കല്ലാറാണോ? പിന്നെ പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി. ഇരുളും വെട്ടവും അറിയാതെങ്ങനെ ഇരുന്നു നാളുകൾ നീക്കി.
അരടി ചെടിയുടെ ഇല തന്നടിയിൽ അരുമാക്കിങ്ങിണി പോലെ വീശും കാറ്റത്തിളകി തുള്ളി വീഴാതങ്ങനെ നിന്നു വിടർന്നു വിലസും പനിനീർപ്പൂവിൽ പറന്നു പറ്റിയിരുന്നു പൂവിൽ തുള്ളും പൂവതുപോലെ പൂന്തേനുണ്ടു കഴിഞ്ഞു. അങ്ങ് ദൂരെ നിന്ന് അതിന്റെ ഘോഷയാത്ര വരുന്നുണ്ട് അമ്പലത്തിൽ. ഉടൻ തന്നെ പൊങ്കാല കാലത്തിന് ഘോഷയാത്ര ഈ പ്രദേശത്ത് പുല്ലോടായതുകൊണ്ട് കൂട്ടുകയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊങ്കാല വരുന്ന ഭക്തജനങ്ങൾ പ്രദേശത്തിന് എന്ത് വേഷമാ മോന്റെ? വരാതിരിക്കുവാനുള്ള പ്രദേശത്ത് ഉണ്ടാകേണ്ടതാണ്. മുനിയാണോ? ഇതെന്ത് വേഷമാ? സൂപ്പർ ആയിരിക്കുന്നു. ദേവിയാണോ? രാമന് സീതാദേവി. സീതാദേവി. ആ സീതാദേവിയാണ്. ഈ മുനികുമാരിയായിരുന്നു. ഇതോ സീതാദേവി കാട്ടിൽ ഉപേക്ഷിച്ചതാണ്. കാട്ടിൽ ഉപേക്ഷിക്കാത്ത തയ്യാറാക്കിയത് ഞാൻ ഇവിടെ പൊങ്കാലയാണെന്ന് അറിഞ്ഞപ്പോ തന്നെ അപ്പൊ അവര് തയ്യാറാക്കി വേഷങ്ങളൊക്കെ കൊടുത്തത്. വേഷങ്ങളൊക്കെ അവളുടെ അമ്മ അവരവിടെ ഈ അമ്മയാണ്. അപ്പൊ പേര് രജിത്രലേഖ. അത് ശരി. ഞങ്ങൾ മൊത്തമൂടാണ്, ഇതിന് തൊട്ട് താഴെയാണ്. ഞാൻ ഒരു 4 വയസ്സ് മുതൽ ഇവിടെ വരികയാണ് എന്റെ അമ്മമ്മയുടെ കൂടെ. ഇപ്പൊ എനിക്കൊരു 48 വയസ്സായി. ഇപ്പൊ എന്റെ മക്കളെ കൊണ്ട് ഞാൻ ഇവിടെ വരികയാണ്. ദേവിയുടെ നാമമാണ് മക്കൾക്ക് ഇട്ടിരിക്കുന്നത് മൈഥിലിയെന്നും വൈദേഹിയെന്നും. അപ്പൊ അവരെല്ലാ വർഷവും പറ്റണ പോലെ ദേവിയെ അനുഗ്രഹിച്ചാലേ ഞങ്ങളിവിടെ പോകുന്നുണ്ട്. മക്കളുടെ പേരെന്താ? മൈഥിലി, വൈദേഹി, വന്ദന, സന്ദീപ്, ധ്യാൻ. ചേച്ചിയുടെ മക്കളെ വിളിച്ച ഇവിടെ ഭക്തജനങ്ങളെല്ലാം പൊങ്കാല ഇടാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. പണ്ടാരടുപ്പ് ഇവിടെ ഉടുക്കൂ. മൈഥിലി. മൈഥിലിയാണ് തടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട സീതയുടെ വേഷം. പിന്നെ അടുത്ത കളറ്. പിന്നെ ഇത് കല്യാണ സീതയാണ്. നമ്മള് അതായത് നമ്മള് കല്യാണ പന്തലില് ഒരുക്കി നിർത്തിയിരിക്കുന്ന സീതയാണ്. എല്ലാ സൗഭാഗ്യങ്ങളും ആഭരണമൊക്കെ ഞങ്ങളെ കയ്യിൽ വളരെ നന്നായിരിക്കുന്നു കേട്ടോ. അനുഗ്രഹിക്കൂ. അതിനുശേഷം മാത്രമേ നമ്മുടെ സ്വന്തം അടുപ്പിലേക്ക് കിട്ടിയതാ ഇത്ര ഭംഗിയായിട്ടൊക്കെ ഞങ്ങളൊരു മനസ്സിൽ ഒരു ഐഡിയ വെച്ച് ചെയ്തതാണ്. രണ്ടായിരം അടുപ്പിലേക്കുള്ള സൗണ്ട് കാണാൻ. ഞങ്ങൾ കല്ലാതെ മൊത്തം പിടിച്ചു. നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇവിടെ പണ്ടാര അടുപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന്റെ പണ്ടാര അടുപ്പിൽ തീ കൊളുത്തിയതിനു ശേഷം മാത്രമേ ഭക്തജനങ്ങളുടെ അടുപ്പിലേക്ക് തീ പകരുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇവിടെ നടക്കുകയാണ്.
ഇവര് ഈ കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ ഭഗവാൻ സൂര്യനെ സാക്ഷി നിർത്തിയാണ്. കർമ്മസാക്ഷിയായ സൂര്യനെ സാക്ഷി നിർത്തിയാണ്. പണ്ടാര അടുപ്പിലേക്ക് ആ കലം റെഡിയാക്കുകയാണ്. ശിവജിത്ത് ഉച്ചത് യാനിവ തീർത്ഥം ഇവിടെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാവുന്നുണ്ട്. മകരം 1 മാത്രമാണല്ലേ പൂജ? അതെ അതെ. അത് ശരി. അത് എത്ര ദിവസത്തേക്കാണ് നമ്മൾ ഈ പച്ചപ്പന്തൽ കെട്ടുക? ഇത് ഒരു 1 വീക്ക് മുന്നേ നമ്മൾ ഇവിടെ ഇത് സ്ഥാപിച്ചതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ ഇതിന്റെ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ആഫ്റ്റർ ആയിട്ടാണ് ഇന്നിപ്പോ ഈ പൂജ നടക്കുന്നത്. ഇന്ന് ഈ പൊങ്കാലയോട് കൂടി ഇത് അവസാനിക്കുകയാണ്. എത്ര മണിക്ക് നമ്മൾ പൊങ്കാല തുടങ്ങും? 10 മണിക്കാണ് ഈ പൂജ. നമ്മൾ ഇതിന്റെ ഒരു ഘോഷയാത്രയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 12 ആയിരിക്കും ഘോഷയാത്ര. എത്ര മണിക്ക് ഇവിടെ എത്തും? ഇവിടെ 10 മണിക്കുള്ളിൽ എത്തുമെന്നാണ് കരുതുന്നത്. സമയത്ത് 9:21 ആയിട്ടുണ്ട്. 10 മണിക്കുള്ളിൽ വന്നിട്ടായിരിക്കും പിന്നെ പൊങ്കാല തുടങ്ങാൻ. ഇവിടെ നമ്മള് ഇതാണ് പ്രസാദമായിട്ട് കൊടുക്കുന്നത്. അതെ അതെ അതെ. നമ്മുടെ ഭസ്മമാണ് പ്രസാദമായിട്ട്. പിന്നെ ദേവിയുടെ തീർത്ഥജലം ഇവിടെ നിന്ന് കൗണ്ടറിൽ നിന്ന് കൊടുക്കുന്നത്. തീർത്ഥജലവും അത് രസീത് എഴുതണോ? രസീത് എഴുതണ്ട, അല്ലാതെ തന്നെ കൗണ്ടറിൽ വന്ന് വാങ്ങിക്കാവുന്നതാണ്. ആണോ? അത് ശരി. അപ്പൊ എനിക്ക് തരൂ തീർത്ഥജലം. എന്താ പേര്? ചെവി പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് എന്താ? കാറ്റുണ്ടോ? ഭയങ്കര കാറ്റല്ലേ? ഇന്നലെ ഉണ്ടായിരുന്നു ഈ കാറ്റ്? ഇതിന് കാറ്റായിരുന്നു. ഇതിനെ കാറ്റും കാറ്റുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഭയങ്കര കോട മഞ്ഞായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു ഇവിടെ. ഈ വെള്ളം തീർത്ഥജലമൊക്കെ മേടിച്ചോ? അവിടെ വെള്ളം കിട്ടുമല്ലോ. എന്താ മോളെ പേര്? നന്ദന. നന്ദന. നന്ദനയും ഇതാ അമ്മയാണോ? അല്ല, ഇതിന്റെ മാമി. ഇതോ ഇതിന്റെ അമ്മൂമ്മ. എവിടെന്നാ വരുന്നത്? പാലോട്. പാലോടെന്നാ വരുന്നത്. എല്ലാ മകരവൊന്നിനും വരും ഇവിടെ പൊങ്കാലയുടെ? ഇല്ല, ഇത് ആദ്യമായിട്ട്. നീരാടി അതിനുശേഷം സീതാതീർത്ഥം എന്ന് പറഞ്ഞത് ഇതും കഴിഞ്ഞിട്ടാണ് അഗസ്ത്യനെ കാണാൻ പോയത്. ഇവിടെ വന്നത് ബ്രഹ്മംകോട്ട മലയിൽ. ഇത് അഗസ്ത്യ ബ്രഹ്മാവിന്റെ സാന്നിധ്യമുള്ളതാണ് ഈ സ്ഥലത്തിന്റെ പേര്. ബ്രഹ്മംകോട്ടമല, ബ്രഹ്മഗിരി എന്ന് പറയും. ബ്രഹ്മഗിരി എന്നാണ് സാന്നിധ്യം. അപ്പൊ ഈ സാന്നിധ്യം അറിഞ്ഞാണോ ദേവി ഇവിടേക്ക് വന്നത്? അതെ അതെ അതെ. ഇവിടെ വന്ന് ബ്രഹ്മദേവനെ കണ്ട് ദർശനവും വാങ്ങിച്ച് ഇവിടെ കുളിച്ചിട്ട് സീതാദേവി കുളിച്ചതിന് ശേഷം ഇവിടെ ശ്രീലിംഗ പ്രതിഷ്ഠ ചെയ്ത് അടുത്ത കുന്നില് അതിനപ്പുറം ബ്രഹ്മാവിനെ കണ്ടിട്ട് സീതാദേവി ശ്രീരാമനും അഗസ്ത്യനെ കാണാൻ പോയത്. അതാണ് ഇത്. അങ്ങനെ നമ്മളെ ഈ മലയില് ആദിവാസിയായ അരയന്മാർ പണ്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അത് അറിഞ്ഞു കേട്ട് ഇവിടെ ദേവി വന്നിരുന്ന പുണ്യ സ്ഥലമായതുകൊണ്ട് അവര് വന്ന് ഈ മഴയും ഇല്ലാത്ത സമയങ്ങളിൽ മാത്രമേ അവരിവിടെ വന്ന് പൊങ്കാല ഇടുകയുള്ളൂ. ദിവസമൊന്നുമില്ല. ഇതിനകത്ത് വരണമെങ്കിൽ കടുവ, പുലി, കാട്ടുമൃഗങ്ങൾ, ശല്യമുള്ള മൃഗങ്ങളായ ഉള്ളത് കൊണ്ട് അവര് വേനൽ സമയം മാത്രമേ ഇവിടെ വരുവുള്ളൂ. എന്നും വരില്ല. അതിനുശേഷം ഞങ്ങൾ അപ്പൂപ്പന്മാരെ കൂടെ നടന്ന് ഇവിടെ വന്ന് എല്ലാം ചെയ്ത് ഞങ്ങള് തൈപ്പൊങ്കൽ എന്നും പറഞ്ഞ് ഒരു മാസം 1-ാം തീയതി അങ്ങനെയാണ് ഈ ഒരു ദിവസത്തേക്ക് എന്റെ നേതൃത്വത്തിലാണ് ഈ ഇവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ മുഖ്യ പൂജാരിയാണ്. സ്വാമിയുടെ പേരെന്തുവാ? എന്റെ പേര് മല്ലങ്കാണി. അപ്പൊ ഈ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദിമ സംസ്കൃതിയുടെ ഭാഗമാണല്ലോ ഇത്. അതെ. ഇവിടെ കിട്ടുന്ന വെച്ചാൽ പുണ്യ ജലമാണ്. സീതാദേവി കുളിച്ചാണ് ചെറിയുടേത്. അപ്പൊ അത് ഇവിടെ വന്നു ചെയ്യുന്നവർ ദുരാപത്ത് തീരാനുള്ള സന്ദർഭം ഉണ്ടാവും. അതനുസരിച്ച് നമ്മളെ ദേഹസൗഖ്യം കിട്ടും, ഭാഗ്യം ഉണ്ടാവും. ഇതെല്ലാം സങ്കല്പത്തോടുകൂടി ആദിവാസി ചെയ്യുന്ന സങ്കല്പത്തോടുകൂടി എല്ലാവരും വന്നടയും. ഇവിടെ വരണത് ഈ പ്രദേശത്തിലുള്ളവരല്ല, ഇവിടെ ടൂർ വന്നവരും കണ്ടവരും
അയച്ചു വന്നിട്ടാണ് ഈ അപേക്ഷ വെച്ച് നേർന്നതിന് ശേഷം അവർ കാര്യങ്ങൾ സാധിച്ചു വരണതും അങ്ങ് അതുകൊണ്ടാണ് അവർ ആണ്ടുകൂറും ഇവിടെ വരണത്. കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ടല്ലേ? കാട്ടുമൃഗം, കടുവ, സിംഹം ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. ഇപ്പം കാട്ടുമൃഗം വരല് ഇപ്പൊ തീറ്റയില്ല, മലയില് പുല്ല് ഉണങ്ങിക്കിടക്കണം, അതുകൊണ്ട് വരൂല്ല. അല്ലെങ്കിൽ ഇത് അത്രയും വരും. എല്ലാവരും അരിയിടാൻ തുടങ്ങിയിട്ടുണ്ട്. പൊങ്കാല അടുപ്പിലേക്ക് അരിയിടുന്നത് നമുക്ക് കാണാൻ പറ്റും. അമ്മാമ ഉണ്ടോ അവിടെ? ഭയങ്കര കാറ്റ്. ഇന്നലെ കാറ്റായിരുന്നു. അല്ല, ജനുവരി 1 മുതൽ കാറ്റുണ്ടായിരുന്നു. 2 ദിവസത്തിൽ വിട്ടു. എങ്ങനെയാ എന്ത് താമസിച്ചു പോയാ? ഇവിടം വരെ വന്ന് തളർന്ന് ഇരുന്ന് പോയതാ? അതെ, അവിടെ പോയിട്ട് വന്നോ? പോയി കണ്ടു. ആ, എന്നിട്ട് ഇവിടെ നല്ല അന്തരീക്ഷം അല്ലേ ഇവിടെ ഇരിക്കാൻ? ഭയങ്കര തണുപ്പ്. പ്രകൃതി തന്നെ ഒരു AC ആയിട്ട് മാറിയതുപോലെ. അത് എനിക്കങ്ങനെ തോന്നുന്നതാണ്. നല്ല തണുപ്പ് ഈ ഭാഗത്തൊക്കെ. ഈവൻ ആ വെയിലിന് പോലും തണുപ്പാണ് അല്ലേ? നിങ്ങളൊക്കെ എവിടുന്ന വന്നേ? വിതിരയില് എവിടുന്ന? മന്നൂർക്കോണം. രണ്ടുപേരും റിട്ടയർ ചെയ്തു. പൊന്മുടി സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. ക്ലാസ് തീരുന്നതിന് മുമ്പ് മുങ്ങയാണല്ലോ. അല്ല, പെൻഷനായി. അതല്ല, അവിടെ ക്ലാസ് കഴിയുന്ന. ഓ, അവിടെയോ? ഇതെന്ത് റെക്കോർഡിങ്? ടീച്ചർ ചമ്മി കേട്ടോ. എന്താ അറിയോ, പൊങ്കാല കഴിഞ്ഞിട്ടില്ല, പയ്യെ മുങ്ങുകയാ. കാരണം ട്രാഫിക് ആവുകയെ, അതാ കാര്യം. ബ്രഹ്മഗിരി കോട്ട പൊന്മുടിയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന മറ്റൊരു മലയാണ്. അവിടെയാണ് നമ്മൾ കണ്ട സീതാ തീർത്ഥം. കണ്ടില്ലേ, നിരവധി ഭക്തരാണ് അവിടെ മകരം 1 പൊങ്കാലയിടാൻ വന്നത്. ഈ സംഘടനാ പ്രവർത്തകർ ഇവിടെ ദാഹജലം നൽകുന്നുണ്ട്. നല്ല കാര്യം അല്ലേ? ഇരിക്കുകയാണല്ലോ. എന്ത് ഡ്യൂട്ടി ഏൽപ്പിച്ചേ? എന്ത് ഡ്യൂട്ടി ഏൽപ്പിച്ചേ? ഇവിടെ രാവിലെ മുതൽ ഇവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടു. എപ്പോ കഴിയും പൊങ്കാല? 12:30 അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ അന്നദാനം എവിടെ വെച്ചാ? ഇവിടെ വെച്ചാണല്ലേ? പക്ഷെ അതിന് ഇത്രയും സൗകര്യം മതിയോ? ഇത്രയും ആൾക്കാർ വരുമ്പോ എവിടെയാണോ ഇരുന്ന് കഴിക്കാം എന്നുള്ള രീതിയിലാണല്ലേ? ശരി. വിശ്വാസങ്ങളും ആചാരങ്ങളും സംഘം ചേരലും ഒക്കെ ആദിമ സംസ്കൃതി മുതൽ മനുഷ്യന്റെ ഭാഗമായത് എന്തുകൊണ്ടെന്നറിയോ? സന്തോഷം കണ്ടെത്താനായിരുന്നു. അങ്ങനെ അതറിഞ്ഞിട്ടാണോ എല്ലാവരും ഇന്ന് സംഘം ചേരുന്നത്? ആണോ? കൂടെ വന്ന എല്ലാവർക്കും 1000 നന്ദി. നമസ്കാരം. സാഫ്രോൺ.